102 യോജന ദൂരം ഒരു നിമിഷത്തിന്റെ അർത്ഥത്തിൽ ഏകേന നിമിഷാർദ്ധേന സഞ്ചരിക്കുന്ന സൂര്യാനിനക്ക് നമസ്കാരം. അപ്പൊ വെലോസിറ്റി കമ്പ്യൂട്ട് ചെയ്താൽ മോഡേൺ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ എക്സാക്ട് നമ്പർ ആണ് നമുക്ക് കിട്ടുക. യോജനാനാം എന്നുള്ള കിലോമീറ്റർ അല്ല, യോജനയാണ് മെഷർമെന്റ്. യോജനാനാം സഹസ്രേ ദ്വേശതേ ദ്വേജ യോജനെ 2202 യോജനാസ്. അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് ഈ സമയത്താണ്. വെലോസിറ്റിയാണ് പറയുന്നത്. അപ്പൊ അന്ന് വെലോസിറ്റി ഓഫ് ലൈറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ആൻസർ പറയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ പലരും പറയുന്നത് ഇപ്പൊ ഇത് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനൊക്കെ എന്നുള്ള അല്ല, ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പറയുന്നതാ. ഇന്റർനാഷണൽ സയൻസ് അക്കാദമി, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പറയുന്നതാണ്. അതേപോലെ പിന്നെ ചൈനീസുകാരാണ് അവര് സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കാൻ സാൻസ്ക്രിറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നത്, നമ്മളല്ല. പിന്നെ ജർമ്മൻസ് ആണ് വിമാനം തിരിച്ചു കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളല്ല. അപ്പൊ ഇത് എല്ലാരും കൂടി ഇന്റർനാഷണലി ഇന്ത്യയെ എത്രയും പൊക്കിക്കാണിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന് പറയുന്ന വിശ്വാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അതേപോലെ അമേരിക്കൻ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലാണ് യോഗാസനവും മെഡിറ്റേഷന്റെയും ഒരു ചാപ്റ്റർ കമ്പൽസറി ആക്കുന്നത്. പാണിനിയുടെ പിന്നെ സ്റ്റാച്ചു വെക്കുന്നത് ജർമ്മൻ സർവകലാശാലകളിലും അമേരിക്കൻ സർവകലാശാലകളിലൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നത്. മാക്സ് മുള്ളറാണ് പലതും നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അത് പഠിക്കാൻ നമ്മളിപ്പോ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ കുറച്ചു കാലം മുമ്പേ പഠിക്കാൻ ശ്രമിച്ചു, ഇപ്പൊ നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നു. ഈ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സംഖ്യ രചനാക്രമത്തിന് ഒരു അങ്ങനെ ഒരു സിദ്ധാന്തം തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതായത് വാക്കുകളിൽ കൂടെ സംഖ്യകളെ പല വേദിക് നമ്പർ സിസ്റ്റംസിൽ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ കടപ്പയാദി നമ്പർ സിസ്റ്റം ഉണ്ട്, ആര്യഭടീയ ഉണ്ട്, ആര്യഭട നമ്പർ സിസ്റ്റം ഉണ്ട്, ഭാസ്കരീയ നമ്പർ സിസ്റ്റം ഉണ്ട്, വേദ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇപ്പം മിനിമം ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മ്യൂസിക് ബുക്കിൽ ധീര ശങ്കരാഭരണം എന്ന അതിൽ ആ ധീര എന്ന് പറഞ്ഞാൽ അതിന് ഓരോ നമ്പർ സിസ്റ്റമാണ്. ആ നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് എത്രാമത്തെ മേളകർത്താരാഗം വരുന്ന സമയത്ത് ആ മേളകർത്താരാഗത്തിന് ആ പേര് വരാൻ കാരണം ഈ ഒരു നമ്പർ സിസ്റ്റത്തിലെ ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ ആ നമ്പർ കേൾക്കുന്ന സമയത്ത് എത്രാമത്തെ മേളകർത്താരാഗാണെന്ന് പറയാൻ നമ്പർ സിസ്റ്റം കിട്ടിയ ഏത് മ്യൂസിക് ബുക്ക് എടുത്ത് നോക്കിയാലും ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തെ ചാപ്റ്ററോ മൂന്നാമത്തെ ചാപ്റ്ററോ മേളകർത്താരാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാനും പഠിച്ചതിനകത്ത് വെച്ചിട്ട് തന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ മ്യൂസീഷ്യൻസിനും ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പൊ അതുപോലെ നേരത്തെ പറഞ്ഞാൽ അസ്ട്രോണമിയെ കുറിച്ച് ഇങ്ങനെ റെഫർ ചെയ്ത് നമ്മൾ തന്നെ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ശാഖകൾ, അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന ഒരു ഇതും, അതിപ്പോ ഇത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന അസ്ട്രോണമി എന്ന് പറയുന്നത്, ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ശരിക്കും പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് ഈ പറയുന്ന ജ്യോത്സ്യം എന്ന് പറയുന്ന സംഭവം നിശ്ചയിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത് തമ്മിൽ ഈ രണ്ട് അസ്ട്രോണമിയും അസ്ട്രോളജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിക്കും? ഇപ്പൊ അസ്ട്രോളജിയിൽ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസ് ആണല്ലോ പറയുന്നത്. 12 കള്ളികളിൽ കിടക്കുന്ന 9 ഗ്രഹങ്ങളുടെ നിലയാണ് നമ്മുടെ ഭാവിയെ. ആ കള്ളി വരക്കുന്നതും അതിന്റെ ഇൻഫ്ലുവൻസും ഉള്ളതൊക്കെ കറക്റ്റാണ്. പക്ഷെ അസ്ട്രോളജിയിൽ മെയിൻ ആയിട്ട് ആൾക്കാർ കാണുന്നത് ഈ ഹോറോസ്കോപ്പിൽ വരച്ചിട്ടുള്ള ഗ്രഹസ്ഥിതി അല്ല, അത് കഴിഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് നമ്മൾ അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരിക. ഈ പ്രഡിക്ഷൻസ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അത് പലരും ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളത് ഈ 9 ഗ്രഹങ്ങൾ 12 രാശികളിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഒരാളിൽ എഫക്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഗ്രഹത്തിന്റെ എഫക്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 9C12 കോമ്പിനേഷൻസ് ആണ്. അത് മാത്തമാറ്റിക്സിൽ വലിയൊരു സംഖ്യ. അതുകൂടാതെ ഓരോ സ്ഥലത്തും നീചനും അതിലല്ല പിന്നെ എക്സലന്റ് ആയിട്ടിരിക്കുന്ന പൊസിഷൻസ് ഉണ്ട്, ദൃഷ്ടികളുണ്ട്. ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരു നല്ലൊരു മാത്തമാറ്റീഷ്യന് മാത്രമേ ചിലപ്പോൾ ഹോറോസ്കോപ്പ് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എത്ര അസ്ട്രോളജേഴ്സ് ഇന്ന് മാത്തമാറ്റിക്സ് ശരിക്കും അറിയുന്നവരുണ്ടാവും? അപ്പൊ ഈ കോമ്പിനേഷൻസ് നോക്കിയിട്ടല്ല, അത് ഒരു പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം ഒരു രൂപം വെച്ചിട്ട് കുറച്ച് സ്ഥാനങ്ങളുടെ ഒരു ഗണങ്ങൾ മാത്രം നോക്കിയിട്ടാണ് മനുഷ്യന്മാരെ ഇവര് പ്രഡിക്റ്റ് ചെയ്തിട്ട് വിഷമിപ്പിക്കുന്നത്. ഭീമൻ സമന്തകപുഷ്പത്തിന് പോകുന്ന സമയത്ത് ആനയെ വിഴുങ്ങുന്ന പാമ്പിന് ആന വാവിട്ട് കരയുന്ന സമയത്ത് സിംഹം വന്നിട്ട് കൊന്നു തിന്നുണ്ടല്ലോ. ഞാനിതാ പറയാറ് സാധാരണ, ഈ മനുഷ്യനാണ് ആന. ഈ വിഷമങ്ങളാണ് എപ്പോഴും, വിഷമങ്ങളും പ്രശ്നങ്ങളും അസുഖങ്ങളുമാണ് പാമ്പായിട്ട് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ ഈ വിഷമങ്ങളൊക്കെ തിന്നാണ് ആനയെ. മനുഷ്യന്മാരെ വിഷമങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ വേദനിച്ചിട്ട് കരഞ്ഞിട്ടാണ് അസ്ട്രോളജറുടെ അടുത്തോ വാസ്തു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോ ഒക്കെ പോകുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അപ്പോഴാണ് ആനയായിട്ട് ഈ സിംഹമായിട്ട് വരുന്ന അസ്ട്രോളജർ ബാക്കി ഭാഗവും കൂടി അടിച്ചു തിന്നുന്നത്. അപ്പൊ ഈ മിക്ക അസ്ട്രോളജേഴ്സും മിക്ക പിന്നെ വാസ്തു എക്സ്പേർട്ടുകളും മിക്ക ഡോക്ടർമാരും ചെയ്യുന്നത് മനുഷ്യന് സഹായം ചെയ്യുന്നതിന് പകരം
പിന്നെ അവരെ കൊന്നു തിന്നാനുള്ള കുറച്ചും കൂടി ബാക്കിയുള്ളതും കൂടി അടിച്ചു മാറ്റാനുള്ള അപ്പൊ അതാണ് ഇന്നത്തെ അസ്ട്രോളജി. അപ്പൊ ശരിക്കു പറഞ്ഞ അസ്ട്രോളജി അസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടേഷന് ഭൂമിയുടെ റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള പൊസിഷൻസ് ആവശ്യമാവും, സൂര്യന്റെ എത്ര സമയം വേണം റൊട്ടേറ്റ് ചെയ്യാൻ എന്ന് കണ്ടുപിടിക്കാൻ, ഈ ഇപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ, ഇതൊക്കെ അസ്ട്രോണമി അല്ലേ. പക്ഷെ അസ്ട്രോളജിയിൽ ഇതൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അസ്ട്രോണമി ഒരു വലിയൊരു ബ്രാഞ്ചാണ്. അതിലുള്ള ഹോരശാസ്ത്രം എന്ന് പറയുന്നത്, ഹോരശാസ്ത്രമാണ് ശരിക്കും അസ്ട്രോളജി. ഹാ മുതൽ രാ വരെയുള്ള എന്ന് വെച്ചാൽ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ഒരു ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും 120 വർഷം ഉള്ള മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറയാം. പക്ഷെ ഇന്ന് 120 വർഷം പറയേണ്ട കാര്യമില്ല, ആവശ്യമില്ല. പക്ഷെ അപ്പോടെ ശാസ്ത്രമല്ല, അതേസമയത്ത് അതിന്റെ പ്രയോക്താക്കളുടെ പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന്റെ കുറെ വാദപ്രതിവാദങ്ങൾ നടക്കേണ്ട, അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ. അപ്പോൾ പലരും പറയുന്നത് ഒരു സയൻസേ അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള പ്രയോജനം, അതായത് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം ഏത് എക്സ്റ്റെന്റ് വരെയായിരുന്നു? ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഫലം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, ഇന്ന പോലെ നിങ്ങൾക്ക് എത്ര വർഷത്തിനുള്ളിൽ ഇന്നത് സംഭവിക്കും, ഇന്ന പോലെ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങിക്കും, കാറ് വാങ്ങിക്കും, ഇതല്ലാതെ ഏത് എക്സ്റ്റെന്റ് വരെയായിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത്? പല കാര്യങ്ങൾക്കും ട്രാവലിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പം നോർത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഗ്രഹങ്ങളുടെ പൊസിഷൻസ് ആവശ്യമാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം ശാസ്ത്രം പറഞ്ഞതുകൊണ്ട് ഒരു പെട്ടെന്ന് മനസ്സിലാവുന്നിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ ഹോമിയോപ്പതി ശാസ്ത്രമല്ല എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ആ സ്റ്റേറ്റിലെ ഗവർണർ, ഏത് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആ ഗവർണറെ നമ്മൾ ചെയ്യരുതല്ലോ, ഡിഫെയിം ചെയ്യരുത്. അദ്ദേഹം കുറേ ശാസ്ത്രജ്ഞന്മാര് ഹോമിയോപ്പതിയിൽ പലതും എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് അല്ല എന്നൊരു വാദമുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി അദ്ദേഹത്തിന്റെ അടുത്തൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ യൂണിവേഴ്സിറ്റികളിൽ, കാരണം ചാൻസലർ ആണല്ലോ ഗവർണർ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഹോമിയോപ്പതി കോഴ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്ത സമയത്ത് അദ്ദേഹം അതൊക്കെ മേടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലാണ്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്നിൽ ഫലിക്കണമുണ്ട്. അപ്പൊ ശാസ്ത്രം എന്നുള്ളതിന്റെ ഡെഫിനേഷൻ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പിന്നെ സമ്മതിച്ചു കൊടുക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ളതൊക്കെ ശാസ്ത്രം എന്ന് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ഈ അസ്ട്രോണമി എന്ന് പറയുന്നത് അസ്ട്രോളജിക്കൽ മാത്രമല്ല, ബാക്കി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ മെഡിസിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവും, അല്ലെങ്കിൽ അസുഖം മാറും എങ്കിൽ അത് പ്രൂവ്ഡ് ആണോ ഡിസ്പ്രൂവ്ഡ് ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ശാസ്ത്രത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നു, ഇന്ന് പ്രൂവ് ചെയ്യും. എന്റെ തിസിസിൽ ഞാനൊരു PhD സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നു, അപ്പൊ അതിന് എനിക്ക് PhD തരും. അത് നാളെ ഏതെങ്കിലും ഒരാൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത് അയാൾക്കും PhD കൊടുക്കും. എന്റെ PhD തിരിച്ചു മേടിക്കില്ലല്ലോ. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണെന്ന് നമ്മൾ ധരിക്കരുത്. പെർമനന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഏതൊരു കാര്യം അതാണ് സ്ഥായിയായ ശാസ്ത്രം. അത് സയൻസ് അല്ല. നമ്മുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തെ കുറച്ച് മാറിക്കാണണം. ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു ശാസ്ത്രമാണ്. അതിൽ സയൻസ് വളരെ തുച്ഛമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. മറ്റൊരു ഉദാഹരണം പറയാറുള്ളത്, ഞാൻ രാവിലെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വെള്ളമെടുത്തിട്ട് ഗംഗയെ യമുനയെ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കുക. ഭാരതത്തിലുള്ള എല്ലാ നദികളെയും കണക്ട് ചെയ്തുകൊണ്ട് അന്ന് രാവിലെ ചെല്ലുന്ന മന്ത്രം എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കും. അതിന്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സരസ്വതി എന്നൊരു റിവറിനെ അവിടെ റെഫർ ചെയ്യുന്നുണ്ട്. സരസ്വതി റിവർ ഇന്നില്ല. അപ്പൊ ഈ കവിത എഴുതിയിട്ടുള്ളത്, കവിത എന്ന് പറയാം, ശ്ലോകം എന്ന് പറയണ്ട, അല്ലെങ്കിൽ നാമെന്നൊന്നും പറയണ്ട, ഈ ഒരു സ്റ്റാൻസ് എഴുതിയിട്ടുള്ളത് ആ സരസ്വതി റിവർ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ആവണല്ലോ. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ സാറ്റലൈറ്റ്, റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ്. ഭൂമിയുടെ മുകളിലുള്ള റിസോഴ്സസ് മാത്രമല്ല, ഭൂമിയുടെ അടിയിലുള്ള വെള്ളം കണ്ടുപിടിക്കാനും ഉപയോഗിക്കും. ആ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ അടിയിലുള്ള സരസ്വതി റിവറിനെ കണ്ടുപിടിച്ചു. ആ സരസ്വതി റിവറിന് പേരറിയില്ല, റിവറിനെ കണ്ടുപിടിച്ച് പഴയ ഗ്രന്ഥങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സരസ്വതി റിവർ ഒഴുകിയിരുന്ന സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഇന്ന് ഭൂമിയുടെ അടിയിൽ ഭൂഗർഭജലം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ആ മോഡേൺ സയന്റിഫിക് നോളജ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു സരസ്വതി റിവർ പണ്ട് ഇവിടെ എക്സിസ്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ആ എക്സിസ്റ്റഡ് ആയിട്ടുള്ള സരസ്വതി റിവറിനെ എത്ര വർഷം മുമ്പാണ് ഭൂമിയുടെ അടിയിൽ പോയത് എന്ന് കാർബൺ ഡേറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോൾ 3200 BC-യിലാണ് അത് ഭൂമിയുടെ അടിയിൽ പോകാൻ സാധ്യത, അല്ലെങ്കിൽ അതിനു മുമ്പ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചൊല്ലുന്ന ഈ ശ്ലോകം 5200 years old ആണ്. ലോകത്തിൽ ഏത് ഭാഗത്തും 5200 years old ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന് ഉപയോഗമുള്ളതാവണം. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ,
നമ്മൾ കയ്യിൽ വെള്ളം പിടിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഭൂമി എല്ലാ വെള്ളവും നമ്മുടെ കയ്യിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരു നമ്മുടെ ഇപ്പൊ ഒരു കണക്ടിങ് റിവേഴ്സ് ഒരു ഭയങ്കര ഇഷ്യൂ ആണല്ലോ. അപ്പൊ ഞാൻ പറയാറുണ്ട് സാധാരണ മെന്റലി നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ റിവേഴ്സും നമ്മൾ എത്രയോ കാലം മുമ്പ് കണക്ട് ചെയ്തിരിക്കുന്നു. കാരണം ഇവിടുന്ന് ഉള്ള വെള്ളം ആവിയായിട്ട് പോയിട്ട് കർണാടകയിൽ ഒഴുകാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? പറ്റില്ല. കാരണം അത് ആവിയായിട്ട് പോകുമ്പോൾ ബൗണ്ടറീസ് ഒന്നും ഇല്ലല്ലോ അതിന്. ഇത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ വെള്ളത്തിന്റെ ചൂട് നമ്മുടെ ശരീരത്തെ അറിയിക്കുകയാണ്. അത് അറിയിച്ചു കഴിഞ്ഞിട്ട് ഈ വെള്ളത്തോണ്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത് എന്ന് നമ്മുടെ ശരീരം അറിയുമ്പോൾ തണുത്ത വെള്ളം മേത്തൊഴിച്ചാലും നമുക്ക് ഷോക്ക് ഉണ്ടാവില്ല, ഷിവറിങ്ങും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ നമ്മൾ അറിയിക്കുകയാണ് ഞാൻ ഏത് വെള്ളത്തോണ്ടാണ് കുളിക്കുന്നത് എന്ന്. ഇതൊരു ടെക്നിക്കല്ലേ, ഹെൽത്ത് ടെക്നിക്കാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ സരസ്വതിയുടെ കാര്യം പറഞ്ഞത് ഇപ്പൊ തിരിച്ച് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. ഇതിപ്പോ ഇവിടെ അഫ്ഗാനിസ്ഥാനിലോ ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു എന്റെ ഒരു ശരിക്കുള്ള രാജസ്ഥാൻ, ഗുജറാത്തിലാണ്. ആണോ? അഫ്ഗാനിസ്ഥാന്റെ ഏരിയയിൽ നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ ഇപ്പോഴും ഇപ്പൊ രാജസ്ഥാൻകാർ കുടിക്കുന്ന ബോർവെല്ല് ഒഴിച്ച് കുടിക്കുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാ എവിടെയാ വെള്ളം കുടിക്കേണ്ടെന്ന്. അപ്പൊ അവിടെ കുടിക്കുന്നതൊക്കെ സരസ്വതിയുടെ വെള്ളമാണ്. സരസ്വതി. അപ്പൊ ഇതിനെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇപ്പൊ ഈ നോളജ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, ഇപ്പൊ മോഡേൺ സയൻസിന്റെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാര് യഥാർത്ഥത്തിലുള്ള അതിന്റെ ഒറിജിനൽ ഇത് എന്താണ്, ശരിക്കും അതിന്റെ നോളജ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഇതുമായിട്ട് സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇപ്പോ ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്, ചന്ദനത്തിന്റെ ഗുണം പറയണമെങ്കിൽ ചന്ദനം കൊണ്ടാണ് ആറ്റോമിക് റിയാക്ടറിന്റെ അകം പൊതിയുന്നത് എന്ന് പറഞ്ഞാലേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട്. ചന്ദനത്തിന്റെ യഥാർത്ഥ ഗുണം ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു 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 തെറ്റിദ്ധാരണ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന്. കാരണം ഇതിനെല്ലാം തന്നെ വളച്ചൊടിച്ച് മോഡേൺ സയൻസിന് ഫിറ്റാകത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ മോഡേൺ സയൻസിന് വ്യാഖ്യാനിക്കത്തക്ക രീതിയിൽ വളച്ചൊടിക്കുകയാണ് എന്നാണ് പുതിയൊരു വേർഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് സാറിന് എന്താ തോന്നുന്നത്? ഈ നമ്മുടെ കാലഘട്ടം, ഇപ്പൊ ഞാൻ വളർന്നു വന്നിട്ടുള്ള കാലഘട്ടം 1970s അല്ലെങ്കിൽ സ്കൂളും കോളേജിലൊക്കെ പഠിച്ച 1980s സ്കൂളും കോളേജും പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ നിന്ന് കുറെ മാറിപ്പോയി. നമ്മുടെ തോട്ട് പ്രോസസ് എപ്പോഴും സയന്റിഫിക് ആണ്. നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യുന്ന ഏതും സയന്റിഫിക്കലിയാണ്. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്യുന്നവർക്ക് നമ്മൾ അതേ പാത്രത്തിൽ കൊടുത്താലേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ പലതും നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വിശകലനം ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും സയൻസ് ഉപയോഗിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ സയൻസ് ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഒരു ജനറേഷനും കൂടി കഴിഞ്ഞാൽ, കുറച്ച് അടുത്തൊരു ജനറേഷൻ ആവുന്ന സമയത്ത് അവരെ അങ്ങനെ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇതൊരു സ്ഥായിയായ ഒരു കാര്യമല്ല എന്നർത്ഥം. ഈ ഒരു ജനറേഷന് ഇത് ടെക്നിക്കലി സയന്റിഫിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. കുറച്ച് അടുത്ത ജനറേഷൻ വരുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവും കുറച്ചും കൂടി. അതിനുവേണ്ടി ഈ ചോദ്യം ചോദിച്ചത്, കാരണം നേരത്തെ പറഞ്ഞല്ലോ കാലം കൊണ്ട്, അനുഭവം കൊണ്ട്, പ്രയോഗം കൊണ്ട് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ. അതായിരിക്കും ഒരു പക്ഷേ സാർ നേരത്തെ ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. കാരണം മറ്റു സയൻസ് എന്ന് പറഞ്ഞ ഒരു ലാബിൽ ഒരു പ്രത്യേക സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ എടുത്ത് പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട ഒരു കാര്യം, അത് സയൻസിൽ വരുന്ന ഒരു വസ്തു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? കാരണം ഈ സാമ്പിളിന്റെ അത് വ്യത്യാസപ്പെടാം, അത് വലിയ ക്വാണ്ടിറ്റിയിൽ പ്രയോഗിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അത് പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ശാസ്ത്രവും സയൻസും എന്ന് പറയുന്ന വ്യത്യാസം. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇതേപോലെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു എന്തോ ഒരു നല്ലൊരു വേർഡായിട്ടാ തോന്നാറ്. പക്ഷെ ലവ് എന്ന് പറയുമ്പോഴോ, സ്നേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് ലവ് ആവും, ലവ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പ്രേമായി. പ്രേമവും സ്നേഹവും ഒന്നല്ലല്ലോ. അതേപോലെയാ ശാസ്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്താൽ സയൻസ് ആവും. പക്ഷെ സയൻസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് ശാസ്ത്രം കിട്ടില്ല. ഒരു വലിയൊരു വ്യത്യാസമുള്ള കാര്യം. ഇന്ന് നോൺ ടെക്സ്റ്റ് ബുക്ക് സയൻസ് അല്ലെങ്കിൽ അൺനാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഫോറിൻ ടിവിക്കാര് നമ്മുടെ ഹിമാലയത്തിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടതായിട്ട് ഓർക്കണം. നാഷണൽ ജിയോഗ്രഫിക് ആണോ BBC ആണോ എന്ന് ഓർക്കണില്ല. അവിടെയുള്ള സന്യാസിമാരോട് അവർ ചോദിച്ചു, ഈ തണുപ്പത്ത് നിങ്ങൾ പിന്നെ ഗ്ലൗസും സ്വെറ്ററും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? വെറും തോർത്തും കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് അവർ ജീവിക്കുക. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുക, എനിക്കറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, പക്ഷെ ജീവിക്കുന്നു എന്നുള്ള വാസ്തവാണല്ലോ. അപ്പോൾ അവര് എങ്ങനെയാണ് നിങ്ങൾ തോർത്ത് ഉണക്കിയെടുക്കണത് വാഷ് ചെയ്ത് കഴിഞ്ഞാലെന്ന് ചോദിച്ചപ്പോൾ അവര് ശരീരത്തിൽ ഒന്ന് പൊതച്ചിട്ട് 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്തു. അത് തോർത്തെടുത്ത് നോക്കുന്ന സമയത്ത് ബെസ്റ്റായിട്ട് അത് ഉണങ്ങിയിരിക്കണം. അപ്പൊ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 17 ഫാരൻഹീറ്റ് അവർക്ക് 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്താൽ മാറ്റാൻ സാധിക്കുന്നു. അതേ ജീവി തന്നെയാണ് നമ്മളും, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യന്മാർക്ക് പനി വരുന്ന പരീക്ഷ വരുമ്പോഴല്ലേ. ഇതിപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ലേ ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്. കഴിഞ്ഞ നവംബറിലാണ്, നാഷണൽ ജിയോഗ്രഫിക് ആണോ BBC ആണോ ഞാൻ ഓർക്കണില്ല, കഴിഞ്ഞ നവംബറിലാണ് അവര് ടെലികാസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് പോസിബിളാണ്. ഇന്നുള്ള സന്യാസിമാരും അവിടെ താമസിക്കുന്നത് പിന്നെ മഫ്ലർ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ. അപ്പൊ ഇന്നും അവർക്ക് അവിടെ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും സാധിക്കാത്തത്? അതൊരു മൈൻഡ് സ്റ്റാറ്റസ് ആണ്. അങ്ങനെ മാറ്റാൻ സാധിക്കും നമുക്ക്, നമ്മൾ വിചാരിച്ചാൽ.
അതൊരു നമ്മുടെ ഒരു പ്രാക്ടീസിന്റെ ഭാഗമാണ്. ഓരോ ജീവികളും ഇപ്പൊ നമ്മൾ ശ്വാസം എങ്ങനെ ശ്വസിക്കണമെന്ന് നമ്മൾ മനുഷ്യന്മാരെ പറഞ്ഞു കൊടുക്കുന്നു. എഴുന്നേറ്റ് നിന്നാൽ എന്താ, രാവിലെ എഴുന്നേറ്റ് യോഗാസനം ചെയ്യണം, ഇന്നത് ചെയ്യണം. സാധാരണ തെരുവിലുള്ള പട്ടികളെ നോക്കിയാൽ അവരും ഉണ്ട് യോഗാസനം ചെയ്യുന്നുണ്ട്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പട്ടികൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നില്ലേ, എന്നിട്ടൊരു ഷാർപ്പ് ബ്രീത്ത് എടുക്കുന്നില്ലേ. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് സാധിക്കുന്നില്ല, നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ അതല്ലാത്തൊരു കാലഘട്ടത്തിൽ നീങ്ങിപ്പോയിട്ടാണ് ഇപ്പൊ അത് തിരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നു നമ്മളെ. അപ്പൊ അടുത്ത ജനറേഷൻസ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും എന്നാണ് എന്റെ വിശ്വാസം. കാരണം അവർ ഇത് കാണാൻ തുടങ്ങും. പലതും നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ പൂർവികന്മാരെ കണ്ടിട്ടും അച്ഛനെ കണ്ടിട്ടും അമ്മയെ കണ്ടിട്ടുമാണ്. അതേപോലെ പല ജീവികളും അങ്ങനെയാണ് പഠിക്കുന്നത്. നമുക്കതില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായതുകൊണ്ടാണ് നമ്മളതൊക്കെ മറന്നുപോയത്. തിരിച്ചതിലേക്ക് നമ്മൾ എത്തും. ഇവിടെ നമ്മൾ നേരത്തെ ഇപ്പോൾ സയൻസ് ശാസ്ത്രം എന്നുള്ള 2 വാക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ തന്നെ ഛായയുള്ള ഭാഷയിൽ തന്നെ പറഞ്ഞ 2 വാക്കുകൾ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് ശാസ്ത്രം എന്ന് പറയുന്ന, വിജ്ഞാനം എന്ന് പറയുന്നത്. ഈ ശാസ്ത്രം എന്ന് പറയുന്നതിന് പലപ്പോഴും ഒരു വളരെ എന്താ പറയാ, ഒരു വളരെ പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ പ്രയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭാരതത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് പല ആചാരങ്ങൾക്ക് പകരം അനാചാരങ്ങളിലേക്ക് കിടക്കുമ്പോൾ ശാസ്ത്രത്തിനെ കൂട്ടുപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഈ ശാസ്ത്രവും നോളജും ഭാരതത്തിന്റെ വിജ്ഞാനവും തമ്മിലുള്ള സൗന്ദര്യ ശാസ്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്താൽ ലിറ്ററേച്ചർ എന്നാണ്. നമുക്കറിയാത്തൊരു കാര്യമായിരിക്കും, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. സൗന്ദര്യ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറാണ്, ഭാഷയാണ്. അപ്പൊ ഭാഷ ശാസ്ത്രമാണ്. എസ്തെറ്റിക്സ് എന്ന് മാറ്റാൻ പറ്റില്ലേ? സൗന്ദര്യശാസ്ത്രം എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ എസ്തെറ്റിക് ആണ്, പക്ഷെ അതിനകത്ത് ഭാഷയിലാണത്. ഭാഷയിലാണുള്ളത്. അതുകൊണ്ട് സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. അപ്പൊ അത് ശാസ്ത്രമാണെന്ന് നമ്മൾ സമ്മതിക്കാൻ, പ്രത്യേകിച്ച് പെട്ടെന്ന് പറയുന്ന സമയത്ത് അത് ശാസ്ത്രമാണ്, ഭാഷ ശാസ്ത്രമാണെന്ന് പറയില്ലല്ലോ നമ്മള്. നമ്മുടെ കൺസെപ്റ്റില് BA കിട്ടുന്നതൊക്കെ ആർട്ടും BSc കിട്ടുന്നതൊക്കെ അല്ലെ, സൈക്കോതെറാപ്പി നമ്മൾ പലരും, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, ഇതൊന്നും ശാസ്ത്രമാണെന്ന് നമ്മൾ അത്ര പെട്ടെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. പക്ഷെ സൈക്കോളജി ശാസ്ത്രമാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, അത് പ്രായോഗികമായിട്ട് ശാസ്ത്രമല്ലേ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു കൺസെപ്റ്റ്, ഇതാണ് ഡിഫറൻസ്. നമ്മുടെ സിലബസിലും നമ്മൾ കേട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ഈ ഭാഷ എന്ന് പറയുന്നത് വിജ്ഞാനല്ലേ. അപ്പൊ ശാസ്ത്രം വിജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. നല്ലപോലെ ലിറ്ററേച്ചർ പഠിക്കുന്നവരൊക്കെ വിജ്ഞാനം ഇല്ലാന്ന് നമ്മൾ പറയോ? അദ്ദേഹത്തിന് ശാസ്ത്രം ഇല്ലാന്ന് നമ്മൾ പറയോ? പക്ഷെ ഇന്നത്തെ സയൻസ് കൺസെപ്റ്റ് വെച്ചിട്ട് ശാസ്ത്രം പറയുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് ശാസ്ത്രം അറിയില്ല എന്ന് പറയും. പക്ഷെ അദ്ദേഹം ശാസ്ത്രം അറിയുന്ന ഒരാളാണ്, ശാസ്ത്രജ്ഞനാണ്. ഒരു ലിറ്ററേച്ചറിൽ ഡീലിറ്റ് എടുക്കുന്ന ഒരാൾക്കും PhD എടുക്കുന്ന ആൾക്കും അയാൾക്ക് പിന്നെ ശാസ്ത്രജ്ഞനാന്നല്ലേ പറയാളെ. അപ്പൊ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശാസ്ത്രത്തെ മാറിക്കാണുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പൊ ആചാരങ്ങളുടെ കാര്യം. ഇപ്പൊ നമ്മുടെ ആൾ കുളിക്കുമ്പോൾ വെള്ളം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആചരിക്കുകയാണ്, ഒരു ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇതേ സാധനങ്ങൾ തന്നെ പിന്നീട് ഈ പറഞ്ഞ അതിന്റെ യാതൊരു അർത്ഥകൽപ്പനയും ഇല്ലാതെ അതിനെ വെറും ഒരു ചടങ്ങായിട്ട് സങ്കല്പിക്കുകയും അതുപോലെ അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും അനാചാരങ്ങളായിട്ട് മാറുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ആചാരങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? ഇപ്പൊ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഏതെങ്കിലും ഒരാൾ കാര്യം, ഏത് ജോലി ചെയ്താലും നമ്മൾ പറയാൾ വളരെ റിച്വൽ ആയിട്ടാണ് ചെയ്യാന്നല്ലേ. അപ്പൊ ആചാരങ്ങളെ തന്നെ നമ്മൾ മാറ്റി കാണാൻ തുടങ്ങിയില്ലേ. റിച്വലിസ്റ്റിക് ആണ് അയാൾ ചെയ്യുന്നത്, വെറും റിച്വൽ ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വെറുതെ മെക്കാനിക്കൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെയാ പറയാം. പക്ഷെ ആചാരങ്ങൾ പണ്ട് ചെയ്തിരുന്നത് പലരും മെക്കാനിക്കലായിട്ടല്ല, മനസ്സറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ ആചാരങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അർത്ഥം അറിഞ്ഞു ചെയ്യുന്ന സമയത്ത് അത് ആചാരമാവും. അത് അറിയാത്ത പലരും അതിനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ അത് അനാചാരമായിട്ട് മാറും. അപ്പൊ അതിൽ ശാസ്ത്രം അറിഞ്ഞു നോക്കുന്ന സമയത്ത് അനാചാരങ്ങൾ പലതും നമ്മൾ മാറ്റി ആചാരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തും. അപ്പൊ ഇതില്ലെങ്കിലും സാരില്ല. ഞാൻ ഒരു തമാശക്ക് പറയാറുണ്ട്, സാധാരണ ഒരു അയ്യപ്പ പൂജക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരാള് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നൈവേദ്യ അരവണയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതും സാധാരണ പൂജാരികളാണ് ഉണ്ടാക്കുക അതിന്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പൊ പൂജ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ലപോലെ കോൾഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, സ്ഥിരമായിട്ട് കോൾഡ് ഉള്ള ഒരു തിരുമേനിയാന്ന് വിചാരിക്കാം. അപ്പൊ പിന്നെ ഈ ഉപയോഗിച്ചിരുന്ന ടവൽ ഉണക്കാൻ അവസാനം ഈ അരവണയുടെ മുകളിലാണ് വെക്കുക. അപ്പൊ ഒരു 4 വർഷം പൂജ ചെയ്ത് 5ാമത്തെ വർഷം പൂജ ചെയ്യാൻ വന്ന തിരുമേനി വേറൊരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോൾഡ് ഇല്ല. അപ്പൊ ഈ ടവൽ വെച്ചില്ല ഇയാള്. ആ ഗൃഹസ്ഥൻ ചോദിക്കുക, എന്താ തിരുമേനി ടവൽ വെക്കാത്തതെന്ന്. കാരണം ഇദ്ദേഹം വിചാരിച്ചത് ഈ തിരുമേനി ചെയ്യുന്നതൊക്കെ ആചാരങ്ങളാണല്ലോ. അപ്പൊ പൂജ കഴിഞ്ഞാൽ അരവണയുടെ മുകളിൽ തിരുമേനിയുടെ ടവല് വെക്കുക എന്നുള്ളതും ഇദ്ദേഹത്തിന് ആചാരമായിട്ടാണ് കരുതിയത്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ അത് ആചാരമായിട്ട് മാറും. അതിൽ ശാസ്ത്രം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അത് പലരും തെറ്റായ കാര്യങ്ങൾ ചെയ്താണ് അത് ഒരു ആചാരമായിട്ട് മാറുന്നത്. നമ്മളതിനെ വേർതിരിച്ച് കാണണം. അത് വേർതിരിച്ച് കാണണമെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം. ആ അനലൈസ് ചെയ്യാനാണ് ശാസ്ത്രത്തിലുള്ള കുറച്ച് ഇൻഫർമേഷൻസും നോളജും ഒക്കെ ഉപയോഗിക്കുന്നത്. അത് ഹെൽത്തിന് യൂസ്ഫുൾ ആണോ,
നമ്മുടെ പല ആചാരങ്ങളും ഹെൽത്ത് കൺസെപ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ കുറെ നമ്മളെ ശുദ്ധി ചെയ്യാൻ. ഹെൽത്ത് എന്ന് പറയുന്നത് വെറും ഫിസിക്കൽ ഹെൽത്ത് അല്ലല്ലോ, മെന്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ലേ. സൈക്കോ തെറാപ്പിയിൽ കുറച്ച് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ നമുക്ക് വല്ല മെക്കാനിസം ഉണ്ടോ? ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നതല്ലല്ലോ. നമ്മുടെ പഴയ സപ്തശുദ്ധി എന്നുള്ളൊരു ശ്ലോകം, ഇത് ചൊല്ലിയിട്ട് സെൽഫ് ക്ലീനിങ് നടത്തിയിട്ടുള്ള ഒരാളാണ് പൂജാരിയായി മാറുന്നത്. പ്രാണാപാന വ്യാനോദാന സമാനാമേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരചാപി പാത്മാ ഭൂയാസംഗ സ്വാഹ വാക്മനച്ചക്ഷുശ്രോത്രഘ്രാണ ജിഹ്വാരേതോ ബുദ്ധ്യാകൃതി സങ്കല്പാമേ ശുദ്ധ്യന്താം. വാക്ക്, മനസ്സ്, ചക്ഷു, ശ്രോത്ര, ഘ്രാണ, ശ്വസിക്കുന്നത് പോലും, ആലോചിച്ചൊക്കെ മണക്കുന്നത് പോലും ശുദ്ധമാവണം. എല്ലാ പഞ്ചേന്ദ്രിയങ്ങളിലും കിട്ടുന്നതും ശുദ്ധമാവണേ. അങ്ങനെ സങ്കല്പാമേ ശുദ്ധ്യന്താം, എന്റെ സങ്കല്പം പോലും ശുദ്ധി ചെയ്യണേ എന്ന് അവനവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വെറുതെ ചെല്ലല്ല, മനസ്സറിഞ്ഞുകൊണ്ടാണ് അവൻ ചെല്ലുന്നത്. അപ്പൊ അവനവന്റെ സങ്കല്പങ്ങൾ ശുദ്ധി ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് വേറെ ഏതെങ്കിലും ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാവോ? ഇങ്ങനെ സ്ഥിരമായിട്ട് ശുദ്ധി ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും സൈക്കിക് പേഷ്യന്റ് ആവാൻ സാധിക്കില്ല. കാരണം അയാൾ എപ്പോഴും ശുദ്ധമാണ്. നമ്മളിപ്പോ ഇത്രയും സംസാരിച്ചത് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, പലതും പ്രയോഗത്തിലില്ലാതെ അല്ലെങ്കിൽ തുടർന്ന് വരാത്തത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടോ. ഇത് തുടർന്ന് വരാത്തതല്ല, പക്ഷെ തുടർന്ന് വന്നത് പലപ്പോഴും അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല എന്നുള്ളൊരു ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. കാരണം ആചാരങ്ങൾ എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനാചാരങ്ങൾ തുടർന്നു പോരുകയും ആചാരങ്ങൾ എവിടെയോ മറന്നു പോവുകയും ചെയ്തൊരു അവസ്ഥയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നിപ്പോ ഈ പറഞ്ഞ സംഭവം തന്നെ, ഇപ്പൊ ഒരു പൂജാരിയുടെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ, ഈ ഒരു അർത്ഥകൽപ്പനയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പത്തോട് കൂടിയിട്ട് പൂജ ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അടുത്ത് തന്നെ ഒരു പൂജാരിയുടെ, ആരെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ വന്നിട്ട് അത് വിഴുങ്ങിയിട്ട് മലയാളവും സംസ്കൃതവും കൊണ്ടുവരാൻ പാടുപെടുന്ന ഞാൻ കണ്ടു. കാരണം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴാണ് ഇതിന്റെ ഒരു ഒരു പരസ്യം കണ്ടത്. അപ്പൊ ഞാൻ അപേക്ഷിച്ചു, അപ്ലൈ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ഗവൺമെന്റ് പ്രോസസ്സിൽ പോകുന്നതല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ വാസ്തവത്തിൽ ആ ഒരു രീതിയിൽ ഇതൊരു ജോലിയായിട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. പക്ഷെ അത് അവരുടെ ആ ഭാഗം വിട്ടുകഴിഞ്ഞാൽ ഈ ഭക്തി എന്ന് പറയുന്നതിനെ കുറിച്ച് ഇതും ഒരു നോളജിന്റെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആചാരത്തിന്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഭാരതീയമായ അറിവിന്റെ ഒരു ഭാഗം കൂടിയാണല്ലോ ഇത്. ഈ ഭക്തിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളുടെ, ഭക്തന്മാരുടെ മനഃശാസ്ത്രത്തിൽ വന്നിട്ടുള്ള മാറ്റം വളരെ വലുതല്ലേ? കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് കുറേ പ്രോബ്ലംസ് ഉള്ളതാണ്. നമുക്കെല്ലാം പഠിച്ചിട്ട് പൂർണ്ണമായിട്ടൊരു ഭക്തനായിട്ട് മാറാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഗാർഹസ്ഥ്യത്തെയൊക്കെ വിട്ടിട്ട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്യാൻ ഭഗവാന്റെ ഇതൊന്നും സാധ്യമല്ല. ഒരു പൂജാരിയും, നമ്മൾ തുടങ്ങിയത് പൂജാരിയിലാണല്ലോ, ഒരു പൂജാരിയും പൂജ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കാര്യങ്ങളായ ഓർക്കാതെ പറ്റുമോ? കാരണം അയാൾ പൂജ ചെയ്യുന്നത് തന്നെ ശമ്പളത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ ഏത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊരാളുണ്ട്, നമ്മളൊരു കുടുംബമുണ്ട് എന്നുള്ള സങ്കല്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കുറയില്ലേ? ആ ഒരു കുറയല് ഈ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഭക്തിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ സാധാരണ പറയുന്നത്, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചപ്പലിട്ടിട്ട് പോകുന്ന ഒരാൾ ക്ഷേത്രത്തിന്റെ പുറത്ത് ചപ്പൽ അഴിച്ചു വെച്ചിട്ട് അകത്ത് പോകും. പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ചപ്പലിന്റെ കാര്യം ഓർമ്മയില്ല, ആരും എടുത്തോണ്ട് പോകും. അപ്പൊ ഭഗവാനോട് ആദ്യം പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എന്റെ ചപ്പൽ ആരും കൊണ്ടുപോകരുത് എന്നായിരിക്കും. അപ്പൊ ഇവിടെ വരെ പ്രാർത്ഥിച്ചത് ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം വന്നത്? അല്ലെ? അപ്പൊ നമ്മൾ പലതും നമ്മൾ വളരെ ആ ഷോർട്ട് ലൈഫിൽ നമ്മുടെ പ്രോബ്ലംസ് ആണ് നമ്മൾ പലതും കാണുന്നത്. ലോങ് ടേം പ്രോബ്ലംസ് അല്ല നമ്മൾ കാണുന്നത്. പലർക്കും ഈ ഒരു മെച്യൂരിറ്റി വരണമെങ്കിൽ, നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലോങ് ടേം തിങ് പ്രോസസ് ഉള്ളവരാ. അതാണ് ഭഗവത്ഗീതയിലൊക്കെ സ്ഥിതപ്രജ്ഞാവസ്ഥ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്, ചെറിയ കാര്യങ്ങളിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. പക്ഷെ എല്ലാത്തിലും ഡിറ്റാച്ച്മെന്റും വേണം, അറ്റാച്ച്മെന്റും വേണം. കർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും അതിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുക, ഇതൊക്കെ ഒരു വിജ്ഞാനാണ്. അത് പഠിച്ചിട്ട് പൂജാരിയാവാം, അത് പഠിച്ചിട്ട് മനുഷ്യനാവുക, അത് പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ളൊരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാവണം. ഇന്നത്തെ പല ഭക്തികളും ആൾക്കാരെ കാണിക്കുന്നതാണ്. എനിക്ക് പല ക്ഷേത്രങ്ങളിലും നമ്മൾ ഏതെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ട്, ഒരു വിളക്ക് സംഭാവന കൊടുത്താൽ അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പേര് ശശികുമാർ വക എന്ന് എഴുതി വെച്ചാൽ എനിക്ക് തോന്നാറുണ്ട്, ഈ ക്ഷേത്രത്തിൽ ആ വിളക്ക് കൊടുക്കുന്ന സമയത്ത് പൂജാരി ചെന്ന് ഇതം നമമാ, ഇത് അങ്ങയുടേതാകുന്നു, ഭഗവാന്റേതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിക്കുക. ഭഗവാന്റേതായ ഒരു സാധനത്തിന് എന്റെ പേര് എഴുതാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ ഇത് മനുഷ്യന്മാരത് കൊടുക്കുന്ന ആൾക്കും അറിയില്ല, എഴുതുന്ന ആൾക്കും അറിയില്ല, അവിടെ ചെയ്യുന്ന പൂജാരിക്കും ഇതറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയി എന്നുള്ളത് സത്യമാണ്. തിരിച്ചു വരും. കാരണം ഈ റിയലൈസേഷൻ ഇത് പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക് എന്നുള്ളതാണ് പ്രഭാഷണത്തിലൂടെ ശ്രമിക്കുന്നത്. ശരിയായ ശാസ്ത്രം എല്ലാം പഠിച്ചിട്ട് അതേപോലെ പഠിപ്പിക്കുകയല്ല, അത് ബുദ്ധിമുട്ടുക. എല്ലാ വേദവും പഠിച്ചിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ല. ഭഗവത്ഗീത ഫുൾ പറഞ്ഞു കൊടുത്തപ്പോ അർജുനന് എല്ലാം മനസ്സിലായി എന്ന് സംശയമുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനൻ രണ്ടാമതും ചോദിക്കും ഭഗവാനോട്, ഈ ഭഗവത്ഗീത ഒന്നുകൂടി സമാധാനമായിട്ട് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയും, നീ ഇനി പഠിക്കേണ്ട കാര്യമില്ല അത്. കാരണം ആ
സന്ദർഭത്തിൽ നിനക്ക് ആവശ്യമുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് ഉത്തരഗീത എന്ന് പറഞ്ഞതിൽ 3ാമത്തെ ചാപ്റ്ററിൽ 100 ശ്ലോകാസ് മാത്രമുള്ളതാണ് ഉത്തരഗീത. പലരും വായിക്കാത്തൊരു ഗ്രന്ഥം. അപ്പൊ അതിനകത്ത് 3ാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇതാണ്. കുറേ ശാസ്ത്രമുണ്ട്, നമുക്ക് കുറേ വേദങ്ങളുണ്ട്. അല്പശ്ചകാലേ ബഹുവശ്ച വിഘ്നോ, കുറച്ചു കാലം മാത്രം കുറേ പ്രശ്നങ്ങൾ, അതിനിടത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കേണ്ടാണ്. അർജുനോട് പറയാ, ഈ ഗീത ഫുൾ പഠിക്കാനൊന്നും താൻ ശ്രമിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ബാക്കി. കാരണം അർജുനന്റെ 70ാമത്തെ വയസ്സിലാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. ശരി. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇടയ്ക്ക് നിന്നോളയിൽ നിന്ന് മാറി, നമ്മളെ നേരത്തെ പറഞ്ഞു വന്ന ശാഖയിൽ നിന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം പലരും പറയാറുള്ള കാര്യം കൊണ്ട് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അവിടെ ഒരു കാര്യം ചോദിക്കണം. വാസ്തവത്തിൽ കൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാനാണോ പ്രേരിപ്പിച്ചത്, അതല്ല ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണോ പ്രേരിപ്പിച്ചത്? യുദ്ധം ചെയ്യാൻ തന്നെയാണ്. യുദ്ധം ചെയ്യാന്നുള്ളത് ഒരു ക്ഷത്രിയന്റെ കടമയാണ്. അപ്പൊ അത് പഠിച്ച ഒരാൾ എനിക്കിത് പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാ. ഞാൻ LLB ഒക്കെ പാസ്സായിട്ട് കോടതിയിൽ പോണ സമയത്ത് എനിക്ക് കളവ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റ് ആവാൻ തയ്യാറല്ലല്ലോ. മെഡിസിൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ ഇനി കീറില്ല മുറിക്കില്ല, സർജറിയാണ് എന്റെ സ്പെഷ്യലൈസേഷൻ, ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതുപോലെയാണ്. സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ് അപ്പുറത്തുനിന്ന് അറിഞ്ഞിട്ടും സ്ഥിരമായി ഇപ്പൊ ഒന്നിനും ഒരു സ്ഥിരമായി ഇപ്പൊ ശത്രുത എന്ന് പറയുന്ന സ്ഥിരമായ ഒരു ഇതല്ലല്ലോ. മനുഷ്യന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യരായി തന്നെ കണക്കാക്കിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ഈ ശത്രുത തന്നെ വേറെ രീതിയിൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പൊ ഇത്രയും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യുഗത്തിന്റെ അല്ല, യുഗങ്ങളോളമുള്ള ദീർഘവീക്ഷണമുള്ള കൃഷ്ണൻ പോലും യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതെ. പക്ഷെ അവരെ കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ മോക്ഷം കൊടുക്കുക എന്നുള്ള ഇക്വലന്റ് ആണ്. മരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നും കൂടി കൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രല്ലേ, അതെന്തായാലും ജീർണിച്ചു പോകുന്നതാണ്. അതല്ല നമ്മൾ കൊല്ലുന്നത്, മരിക്കുന്ന സമയത്ത് അതല്ല നടക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോഴാണ് നമുക്ക് വിഷമം. ബന്ധുക്കളെയൊക്കെ കൊന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം, അത് ആവശ്യമില്ല. ഒരു ഫിസിക്കൽ ഡിസപ്പിയറൻസിന് അല്ല ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നോളജിന്റെ ഒരിക്കലും തിരിച്ചു പോകാൻ തോന്നുന്നു. ഇപ്പൊ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വാസ്തുവിനെ കുറിച്ചുള്ള സംഭവത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഡെവലപ്ഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല, പേർഷ്യ എന്നൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ ഡെവലപ്പ് ആയത് എന്ന് പറയുന്ന വേറൊരു വേർഷൻ ഉണ്ട്. അപ്പൊ ഇതില് ഇന്നാണെങ്കിൽ ഇപ്പൊ വാസ്തുവിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികൾ പോലും ഇത് വെച്ചൊക്കെ പരസ്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിന്റെ ഒരു? ഞാൻ വാസ്തു പഠിക്കാൻ തുടങ്ങിയിട്ട് 10-13 വർഷമായി. ഗണിതരത്നാകാരം എന്നൊരു പുസ്തകം അബദ്ധവശാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേടിച്ചിട്ടാണ് ഞാൻ വാസ്തു പഠിക്കുന്നത്. കാരണം മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഗണിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ പുസ്തകമാണെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പയ്യന്നൂർ കേശവനാചാര്യാണ് എൻ്റെ ഗുരു. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ അദ്ദേഹം പറയണ്ടായി, മയൻ വാസ്തുവിന്റെ അതോറിറ്റി ആയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുള്ള മയമതം എന്നാണ് പുസ്തകം. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി 3 വോളിയായിട്ട് ആ ബുക്ക് വിത്ത് ഹിന്ദി കമന്ററി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അത്രയും നല്ല അതോറിറ്റി ആയിട്ടുള്ള ബുക്ക്, അതിന്റെ ടെക്സ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ അദ്ദേഹം ആ ബുക്ക് ഇപ്പൊ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നുണ്ട്. അദ്ദേഹം പറയണ്ടായി, ഈ അപ്പാർട്ട്മെന്റ്സ് വെച്ചാൽ മൾട്ടിപ്പിൾ ഹൗസസ് ഒരേ കോംപ്ലക്സിൽ താമസിക്കുമ്പോൾ വാസ്തു നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പഴയ അഗ്രഹാരങ്ങൾക്ക് വാസ്തു ഇല്ല. അഗ്രഹാരങ്ങൾ റോ ഓഫ് ഹൗസസ് അല്ലേ, അവിടെ ഈ വാസ്തു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പണ്ട് അഗ്രഹാരങ്ങളായിരുന്നു, ഇന്ന് അപ്പാർട്ട്മെന്റ്സ് ആവാം. മൾട്ടിപ്പിൾ ഹൗസസ് എന്ന് പറഞ്ഞാൽ റോയൽ ആവാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറീഡ് ആവാം. ചെറിയ കോമ്പൗണ്ട് വാളില് വാസ്തു നോക്കേണ്ട കാര്യമില്ല. പക്ഷെ വലിയ കോമ്പൗണ്ടില് ഒരു 25-30 സെന്റ്, 1 ഏക്കറ ഉള്ള സ്ഥലങ്ങളിൽ 5 സെന്റിലുള്ള കോളനികളിൽ ഇത് ആവശ്യമില്ല എന്നാണ് ഫസ്റ്റ്. വലിയ വീടുകൾ എടുക്കുന്ന സമയത്ത് അവൻ വാസ്തു നോക്കണം. കാരണം അതിൽ പല കാര്യങ്ങളും നോക്കാനുണ്ട്. എനർജൈസ് ചെയ്യണം വീട് എന്നുള്ളതാണ് ആവശ്യം. ആ എനർജൈസ് ചെയ്യാൻ പല മെത്തേഡ്സും ഉണ്ട്. അതിലൊന്ന് സ്ഥിരമായിട്ട് വിളക്കത്തിച്ച് വെക്കുക. വിളക്കത്തിച്ച് വെക്കുന്ന സമയത്ത് ഒരു എനർജി ഉണ്ടാവും, ഹാർമണൈസർ ഉണ്ടാവും. ചുറ്റും ഹെബിസ്കസിന്റെ പ്ലാന്റേഷൻസ് വെക്കാറുണ്ട്, മുമ്പ് നമ്മൾ വേലിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, അതൊരു എനർജൈസറാണ്. ചുറ്റും നല്ല എൻവറോൺമെന്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഒരു വാസ്തു എന്ന് പറയുന്നത്. വാസ്തു എന്നാൽ അതിന്റെ നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ പറയണമെങ്കിൽ പിന്നെയും ഇംഗ്ലീഷിലേക്ക് പോകേണ്ടി വരുന്നു. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഡ്വെല്ലിങ്സ് എന്നാണ് വാസ്തുവിന്റെ ട്രാൻസ്ലേഷൻ. ഡ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വീട് മാത്രമല്ലല്ലോ, ചുറ്റുമുള്ള കോമ്പൗണ്ടും വാളും എൻവിറോൺമെന്റും ഒക്കെ ഉൾപ്പെടും. അതാണ് വാസ്തു. പക്ഷെ ഇന്ന് നമ്മൾ വാസ്തു എന്ന് പറയുന്ന സമയത്ത് ഫ്ലാറ്റുകൾക്കും അത് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇന്നുള്ള ഒരു വീടുകളും വാസ്തു സംബന്ധമായിട്ട് ഉണ്ടാക്കാറില്ല. കാരണം വീട്ടിനകത്ത് കുളിമുറി വന്നാൽ, ബാത്റൂംസ് വന്നാൽ അത് വാസ്തുവിനെതിരാണ്. ബാത്റൂംസ് മുമ്പ് 20 ഫീറ്റ് ദൂരെ വേണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാല് കഴുകണമെങ്കിൽ അല്ലെങ്കിൽ കുളിക്കണമെങ്കിൽ 20 ഫീറ്റ് ദൂരെ പോയി അടുത്ത ആളുടെ വീട്ടിൽ പോകേണ്ട ഗതി വരില്ലേ? അപ്പൊ വാസ്തു തെറ്റിയില്ലേ? അപ്പൊ വാസ്തു എന്ന പഴയ കൺസെപ്റ്റ് നമ്മൾ തിരിച്ച് ഈ പുതിയ കൺസെപ്റ്റിൽ ഉപയോഗിക്കരുത്. ആവശ്യം എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് വീട്. അതിന് ഏറ്റവും അത്യാവശ്യം നല്ല സമാധാനപരമായ കുടുംബാന്തരീക്ഷമാണ്.
നന്നായിട്ട് പെരുമാറുക. നമുക്ക് നന്നായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടണം. കുക്കിംഗ് നടക്കുന്ന സ്ഥലം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാവണം. മുമ്പ് കാലത്ത് കിണറിലെടുത്ത് വെള്ളം ശേഖരിക്കുന്ന ഒരു സ്ഥലമാവുന്ന സമയത്ത് അവിടെ സൂര്യരശ്മി പതിയണം. അപ്പോഴാണ് വെള്ളം എനർജൈസ്ഡ് ആവുക. പക്ഷെ ഇന്ന് ബോർവെൽ കുഴിക്കുന്ന സമയത്ത് അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ആ കോർണറിൽ വേണമെന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ കേരളത്തിലുള്ള ഡയറക്ഷൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ആന്ധ്രയിലുള്ള വാസ്തുവിന്റെ ഡയറക്ഷൻസ്. അവിടെയുള്ള സൺലൈറ്റിന്റെയും വിൻഡിന്റെയും പാരാമീറ്റേഴ്സ് എടുത്തിട്ടാണ് വാസ്തു ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്ഥലവും കാലവും മാറുന്നതിനനുസരിച്ച് വാസ്തു റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നടക്കുന്നില്ല. നമ്മൾ ഇന്ന് പറയുന്ന വാസ്തു എന്ന് പറയുന്ന പല കൺസ്ട്രക്ടേഴ്സും വാസ്തു എക്സ്പേർട്സ് ആയിട്ട് മാറുകയാണ്. കാരണം അവർ കൺസ്ട്രക്ഷനേക്കാളും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത് വാസ്തു കൺസൾട്ടേഷനാണ്. വാസ്തുതിയിലേക്ക് മാറിയിരിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു നമ്മുടെ മെക്കനൈസ്ഡ് ആയിട്ടുള്ളതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെ കുറെ പുറത്തുനിന്നുള്ള ചൈനീസ് വാസ്തുവിന്റെ കുറെ അകമ്പടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിൽ എത്തിയിരിക്കുക. അപ്പൊ വാസ്തുവും ഏകദേശം അതിന് ശാസ്ത്രമില്ല, യൂസ്ഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നോക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ സ്ഥിരമായിട്ട് ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു സാധനമല്ല. കോമൺ ജനങ്ങൾക്ക് അവനവന്റെ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വീട് ഉണ്ടാക്കാൻ വാസ്തുവിന്റെ കാര്യമില്ല. നല്ലപോലെ സൺലൈറ്റ് കിട്ടുക, അവനവന് കംഫർട്ടബിൾ ആയിട്ടുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ എനർജിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ആന്ധ്രയിലും ഇവിടെയുള്ളതിന് ഡയറക്ഷൻസിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു എനർജി ഫീൽഡിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. കാരണം നമ്മൾ വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ഒരേപോലെയാണോ? നമ്മൾ ഈ നോർത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് ആണല്ലോ. നോർത്ത് തന്നെ പലതരത്തിലുള്ള നോർത്ത് ഉണ്ട്. അതിലൊരു നോർത്ത് മാഗ്നറ്റിക് നോർത്ത്, ഒന്ന് ട്രൂ നോർത്ത്. ട്രൂ നോർത്ത് എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി കിഴക്കോട്ടെന്ന് വരുന്ന വിശ്വാസത്തില് സൂര്യൻ തന്നെ 46 ഡിഗ്രി മാറുന്നുണ്ട്. അപ്പൊ പിന്നെ ഭൂമധ്യരേഖയുടെ മുകളിൽ താമസിക്കുന്ന നമ്മൾ ഏകദേശം 6 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. അപ്പൊ അതിൽ ഓരോ സ്ഥലത്തും നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് ഡിഫറെന്റ് അല്ലേ. കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ 8ാമത്തെ ലാറ്റിറ്റ്യൂഡിലാണ് ജീവിക്കുന്നത്. ഹൈദരാബാദിൽ ജീവിക്കുന്നത് 16ാമത്തെയാണ്. അപ്പൊ അയാളുടെ തെക്ക് എന്ന് പറയുന്നത് ഇതിന് താഴത്തുള്ളതൊക്കെ തെക്കല്ലേ. അപ്പൊ ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ലേ, ഇതിന്റെ ഡയറക്ഷൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് നോർത്ത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു എനർജി ഒഴുകുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. ആ എനർജി നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. ആ ലൈഫ് ഫോഴ്സ് എനർജിക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് കാണുന്നത് നോർമലി, കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള ജനങ്ങൾ ഉണ്ടാവാം. നോർമലി തെക്ക് ഭാഗത്ത് തലവെച്ച് കിഴക്കോട്ട് നോക്കി കിടക്കുമ്പോഴാണ്. ആ സമയത്ത് അവരുടെ പ്രഷർ നോർമലാണ്. പിന്നെ ഈ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുക എന്നുള്ളതാണ് സാധാരണയുള്ള സ്വഭാവം. അങ്ങനെ വലത്തോട്ട് തിരിഞ്ഞെഴുന്നേക്കുമ്പോൾ നേരെ സൂര്യനെ കാണാൻ സാധിക്കും. കാരണം തെക്ക് ഭാഗത്ത് തലവെക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിയുമ്പോൾ കിഴക്കാണ് എത്തുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റില് നമ്മുടെ പ്രഷർ മെഷർ ചെയ്തിട്ടുള്ള കുറെ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രഷർ വളരെ നോർമലാണെന്നും ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അത് നോക്കുന്ന സമയത്ത് വളരെ ഒരു കാം മൈൻഡായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അപ്പൊ ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഈ ഒരു ഡയറക്ഷന്റെ ഒരു കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമുണ്ട്, നോളജും ശാസ്ത്രവും ഉള്ള ചില ആളുകൾ പറയും തെക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല, കാരണം മരിച്ചു കഴിഞ്ഞാൽ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നുണ്ട്, അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല, അങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല, നോക്കി കിടക്കാൻ പാടില്ല എന്നാ പറയാ. നോക്കി കിടക്കാൻ പാടില്ല. ഓഹോ, അങ്ങനെയാണ്. അത് ശരി. വടക്ക് തലവെക്കുന്നത് പിന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തെക്കോട്ടാ നോക്കുക, അത് പാടില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ ശരിയായ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളും ഇപ്പോ താങ്കൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണലി ഉള്ള മേഖലയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ പ്രൊഫഷണലി എന്തൊക്കെയാണ് വാസ്തവത്തിൽ? പ്രൊഫഷണലി ഞാൻ ബേസിക്കലി ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. ഇപ്പോൾ ചെയ്യുന്നത് സാറ്റലൈറ്റ് ഇമേജസ് പ്രോസസ് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ നമ്മുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ഭൂമിയെ പല പ്രാവശ്യം കറങ്ങിയിട്ട് പിക്ചർ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ആ പിക്ചർ എടുത്തു വരുന്നത് പ്രോസസ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആയിട്ട് മാറ്റിയിട്ട് ചില സ്പെസിഫിക് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള മാപ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജോലി. അപ്പൊ ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സാറ്റലൈറ്റ് ഇമേജിനെ പ്രോസസ് ചെയ്യുന്നത് മാത്രമല്ല, അതിന് ഇൻഫർമേഷൻസ് ആയിട്ട് യൂസേഴ്സിന് കൊടുക്കാനുള്ള സോഫ്റ്റ്വെയർ പാക്കേജിങ്ങും അതുമായിട്ടുള്ള റിലേറ്റഡ് വർക്കാണ്. അപ്പൊ ഈ രണ്ട് മേഖലയും തമ്മിൽ വളരെ ബന്ധിപ്പിക്കാൻ സാധിക്കും അല്ലേ? കാരണം നേരത്തെയുള്ള പല കാര്യങ്ങളൊന്നും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാനും അറിയാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സരസ്വതി റിവറിന്റെ ഞങ്ങളുടെ അതിപ്പം ചെയ്തത് ഞാനല്ല, പക്ഷെ അത് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചർ വായിക്കുമ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ പിന്നെ പല പഴയ സൈറ്റുകളും, ഇപ്പൊ ദ്വാരകയുടെ സൈറ്റ്, പിന്നെ രാമ ബ്രിഡ്ജ്,
പലരും കേൾക്കാത്തൊരു ബ്രിഡ്ജാണ് രാമ ബ്രിഡ്ജ്. നമ്മുടെ ശ്രീരാമൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജ് ഉണ്ടല്ലോ, ധനുഷ്കോടിയായിട്ട് കണക്ട് ചെയ്യുന്ന ശ്രീലങ്കയിലേക്ക് പോകുന്ന, അത് കണ്ടുപിടിച്ചിട്ടുള്ള ഇന്ത്യൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് അല്ല. ആ ബ്രിഡ്ജിന് രാമ ബ്രിഡ്ജ് എന്ന് പേര് കൊടുത്തതും ഇന്ത്യൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് അല്ല, നാസയാണ് ആ പിക്ചർ എടുത്തിട്ട് ഈ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതും അതിന് രാമ ബ്രിഡ്ജ് എന്ന് പേര് കൊടുത്തതും അവരാണ്. അപ്പൊ ഈ ഇൻഫർമേഷൻസ് നമുക്ക് എത്താനും ആക്സെപ്റ്റ് ചെയ്യാനും അത് പെട്ടെന്നൊന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ, അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇതിപ്പം പല പല സൈറ്റുകളും നമ്മുടെ ഹംപി, പിന്നെ പഴയ കുറേ ടൗൺഷിപ്പുകൾ, മോഹൻജദാരോ, ഹാരപ്പ, അതിന്റെയൊക്കെ പിക്ചേഴ്സ് സാറ്റലൈറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ ടൗൺഷിപ്പിന്റെ പ്ലാനിങ് നമ്മുടെ ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ആ പ്ലാൻ ശരിക്കും മനസ്സിലാവില്ല. പക്ഷെ മുകളിൽ നിന്ന് സാറ്റലൈറ്റ് പിക്ചേഴ്സ് എടുത്തിട്ട് ആ മോഹൻജദാരോ ഹാരപ്പയുടെ സിറ്റി പ്ലാൻ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. ഇത്ര രസകരമായിട്ടൊരു സിറ്റി എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ ആ പിക്ചേഴ്സ് അവൈലബിൾ ആണ്, ഇന്റർനെറ്റിലും അവൈലബിൾ ആണ്, നോക്കിക്കഴിഞ്ഞാൽ കാണാം. അല്ല, ഈ സൈറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഇതുപോലെ ക്യൂരിയോസിറ്റിയുടെ കാര്യം, ഇപ്പൊ കുരുക്ഷേത്രം എന്ന് പറയുന്ന സംഭവം പലരും പറയുന്ന പല വ്യാഖ്യാനങ്ങളിലും കാണുന്ന കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക, കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടൗണോ ഒരു സ്ഥലമോ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഇന്റർപ്രിട്ടേഷൻസ് പലരും പലതരത്തിലും പറയാറുണ്ട്. പക്ഷെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ സമയത്ത് ആ സ്ഥലം ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് എക്ലിപ്സ് ഉണ്ടായിരുന്ന ദിവസം, കാരണം സൂര്യനെ മറച്ചു പിടിക്കുന്ന ഒരു കഥ റെഫർ ചെയ്യുന്നുണ്ടല്ലോ, സൂര്യന് അന്ന് എക്ലിപ്സ് ഉണ്ടായിരുന്ന ദിവസമാണ്. അത് റീകമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ എപ്പോഴാണ് മഹാഭാരത യുദ്ധം നടന്നത്, കുരുക്ഷേത്ര യുദ്ധം എപ്പോഴും സ്റ്റാർട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ആസ്ട്രോണമിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇന്ന് നമ്മൾ അത് തിരിച്ച് കമ്പ്യൂട്ട് ചെയ്യാൻ ആസ്ട്രോണമി ഉപയോഗിക്കുന്നു. അപ്പൊ അന്ന് എക്ലിപ്സ് ആണെന്നൊന്നും അതിന് പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അത് അന്ന് പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോ വേറെ എല്ലാം ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞാലും അവസാനം ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടി വരും. കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നല്ല വായു ശ്വസിക്കണോ ചീത്ത വായു ശ്വസിക്കണോ തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം ആണെന്നൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള നോളജസ് ഇത് ചില മുതലെടുപ്പുകൾക്ക് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മൾ തീരെ ടച്ച് ചെയ്യാൻ പറ്റില്ലാത്തൊരു സബ്ജക്റ്റാണിത്. കാരണം ഒരു ഗവൺമെന്റ് സർവന്റ് ആണ്, രാഷ്ട്രീയത്തിൽ പാടില്ലാത്തൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെയും ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അറിയാവുന്ന കാര്യങ്ങൾ ബാക്കി പറഞ്ഞു കൊടുക്കാവുന്ന നിലയിൽ മാത്രം പ്രചരിപ്പിക്കാൻ കുറേ ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പൊ കുറച്ച് പേര് കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ടാവാം, അതിന്റെ ബാക്കിംഗ് ഉള്ള കുറച്ച് ജനങ്ങൾ ഉണ്ടാവാം, ഇല്ല എന്ന് നടിക്കുന്നവരും ഉണ്ടാവാം. ഇതൊക്കെ മാറി ശരിയായ ഇത്തരം രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത കുറെ പേര് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോറിനിലുള്ള കുറെ പേരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അവരൊന്നും രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾ ഇല്ലാത്തവരല്ലേ. അങ്ങനെയൊക്കെ കുറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുമായിട്ടുള്ള കൊളാബറേഷൻസ് അവരെ മനസ്സിലാക്കുക. അടുത്ത കാലത്ത് 13 പേര് 5-8 വർഷമായിട്ട് പഴയ കാര്യങ്ങൾ മാത്രം ഗവേഷണം ചെയ്ത് US നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് സെറ്റിൽ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ടീമിനെ കണ്ടു. അസാധ്യ വർക്കാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. അത് കാണുമ്പോൾ ഇന്ത്യയിലുള്ള ഈ അജണ്ടയുള്ള ആൾക്കാർ പോലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് മാറും, കാരണം റിയൽ സെൻസ് ഉള്ള ആൾക്കാർ ഇതിനകത്തേക്ക് തിരിച്ചു വരുന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ചിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സഹകരിച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അവരുടെ ലക്ഷ്യങ്ങൾ ഇത് തന്നെയാണോ? ഗോപാലകൃഷ്ണൻ സാറിന്റെ കുറെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും അദ്ദേഹത്തിന്റെ കാസറ്റ് കേൾക്കാനും കുറെ പഠിക്കാനും, അല്ലെങ്കിൽ എന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ സാറാണെന്ന് പറയാം. എന്തൊക്കെയായിരുന്നു ശരി. ഇപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു ബ്രെയിനുള്ള, അതായത് ലോജിക്കിൽ കൂടെ എല്ലാറ്റിനെയും കാണാൻ ശ്രമിക്കുന്ന ഒരു തലമുറയ്ക്ക് കൺവിൻസിംഗ് ആകത്തക്ക രീതിയിൽ നമ്മുടെ യഥാർത്ഥ ശാസ്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ സംരംഭങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് നമുക്ക് ഇവിടെ ആശംസിക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഇടയ്ക്ക് നിന്നുപോയ ആ യഥാർത്ഥ വിജ്ഞാനം മുന്നോട്ട് വരികയും ഈ ഇടയ്ക്ക് വന്ന ഈ അനാചാരങ്ങൾ ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളായിട്ട് പരിണമിച്ചു വന്നിട്ടുള്ള അതിനെ ദൂരീകരിക്കാനും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇവിടെ വന്നതിന് വളരെ നന്ദിയുണ്ട്. നമ്മുടെ പഴയ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യന് സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ, അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ കുറേ ജനങ്ങൾ മുന്നോട്ട് വരട്ടെ, അതിന് ഇത്തരം മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും